ദിവസം എനിക്ക് നല്ലൊരു ദിവസമായിരുന്നു. ഞാൻ ഇന്ന് കുറേ നേരം എൻ്റെ സിബ്ലിങ്സിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തു. കുറേ നേരം കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചിരിച്ച് അവരുടെ കൂടെ നല്ല ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്തു. അതുപോലെ തന്നെ ഞാനിന്ന് ജസ്റ്റ് പുതിയ ഹാബിറ്റ് ട്രാക്കറൊക്കെ ഉണ്ടാക്കി, റൂമൊക്കെ ക്ലീൻ ചെയ്തു, മൈൻഡൊക്കെ കുറച്ച് ഓക്കെയാണ്. പിന്നെ ഒരു എനർജിയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. 40 ദിവസമായി ഞാൻ ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ട്. കഴിഞ്ഞ 40 ദിവസമായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് എന്തൊക്കെ വന്നിട്ടും വീഡിയോ ചെയ്യുന്നുണ്ട്. ഐ നോ ദിസ് ഈസ് നോട്ട് പെർഫെക്റ്റ്, ബട്ട് എല്ലാ ദിവസവും ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് എനിക്ക് വേണ്ടി ഷോ അപ്പ് ചെയ്യുന്നുണ്ട്. അതെനിക്ക് വലിയ കാര്യമാണ്. എൻ്റെ ലൈഫിൽ ചെറിയ ചെറിയ ഗ്രോത്ത് ഒക്കെ വരുന്നുണ്ട്. കുറച്ച് അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഫേസിലൂടെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ എനിക്കറിയാം ഇതെൻ്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് എന്നുള്ളത്. പുതിയ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്, കുറേ കാര്യങ്ങൾ അൺലേൺ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഞാനുമായിട്ട് ഓരോ ദിവസവും ഞാൻ കണക്റ്റ് ആവുന്നുണ്ട്. ചില ദിവസങ്ങളിലൊക്കെ ഭയങ്കര ലോ ആയിട്ട് ഫീൽ ചെയ്യും. എന്നാൽ പോലും ഞാൻ എന്നെ തന്നെ പുഷ് ചെയ്ത് ഞാനിങ്ങനെ വീഡിയോ ചെയ്യുന്നുണ്ട്. ഇനി എനിക്ക് ഒരുപാട് മെച്ചപ്പെടാനുണ്ട്, ഒരുപാട് ദൂരം പോകാനുണ്ട്. എന്താണെങ്കിലും ഈ വർഷം ഞാനൊരു ഡിഫറൻസ് കൊണ്ടുവരും. ഈ വർഷം മുതൽ ഞാൻ എൻ്റെ സെൽഫിനെ കൂടുതൽ സ്നേഹിക്കും. ഞാൻ എനിക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യും. എനിക്കിഷ്ടമുള്ളൊരു ലൈഫ് ഞാൻ ജീവിക്കാൻ ധൈര്യം കാണിക്കും. എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കും. ഞാൻ ഒരിക്കലും എൻ്റെ സെൽഫിൽ ഗിവപ്പ് ചെയ്യത്തില്ല. ഇപ്പം ഞാൻ എടുത്ത ഡിസിഷൻ അതാണ്. എന്തൊക്കെ വന്നാലും ഞാൻ ഒരിക്കലും എൻ്റെ സെൽഫിൽ ഗിവപ്പ് ചെയ്യത്തില്ല. എന്തു വന്നാലും അത് ഫേസ് ചെയ്യും. എൻ്റെ ലൈഫിൽ വരുന്ന ഓരോ ചാലഞ്ചസും എനിക്ക് വളരാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ആണ്. അതുപോലെ തന്നെ എൻ്റെ ലൈഫിലേക്ക് വരുന്ന ബ്ലെസ്സിങ്സ് ആണ്. എന്ത് സംഭവിച്ചാലും അതൊക്കെ നല്ലതിനാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ ഞാൻ എൻ്റെ ഒരു ഹീലിംഗ് ജേർണിയിലാണ്. ഒരുപാട് മെച്ചപ്പെടുന്നുണ്ട്. ഒരുപാട് നല്ല കാര്യങ്ങൾ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല രീതിയിൽ അൺകംഫർട്ടബിൾ ആവുന്നുണ്ട്. കാരണം നമ്മൾ നമ്മുടെ കംഫർട്ട് സോണിന് പുറത്തിറങ്ങി ഇനിയും ഒരുപാട് കാര്യങ്ങൾ ബ്രേക്ക് ചെയ്യാനുണ്ട്. ഒരുപാട് റെസിസ്റ്റൻസ് സ്റ്റിൽ എനിക്കുണ്ട്. എനിക്ക് കുറേ കാര്യങ്ങൾ ഡിഫറെൻ്റ് ആയിട്ട് ട്രൈ ചെയ്യണമെന്നുണ്ട്. എന്നാലും എനിക്ക് അത് ശരിയാവോ വേണോ വേണ്ടേ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. പക്ഷെ അതൊക്കെ നമ്മൾ ഓരോന്നായിട്ട് എടുത്ത് ബ്രേക്ക് ചെയ്യും. ഈ വർഷം തീരുമ്പോഴത്തേക്കും ഒരു സാറ്റിസ്ഫാക്ഷൻ എനിക്ക് ഉണ്ടാവണം. അതായത് ഓക്കെ, ഞാൻ എൻ്റെ സെൽഫിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തു, എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ എനിക്ക് വേണ്ടി ഷോപ്പ് ചെയ്തു, എനിക്ക് കൊടുക്കുന്ന പ്രോമിസുകൾ ഞാൻ കീപ്പ് ചെയ്തു. അലീഷ അവളോട് പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണ്. കുറച്ചും കൂടെ കോൺഷ്യസ് ആയിട്ട് ജീവിക്കുന്ന, കുറച്ചും കൂടെ ഒരു നല്ല ഹ്യൂമൻ ബീങ് ആയിട്ട് മാറണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ ഇനിയിപ്പോൾ 141 ദിവസമുണ്ട് ഈ വർഷം തീരാൻ വേണ്ടിയിട്ട്. വർഷം സ്റ്റാർട്ട് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പ്രോമിസുകളൊക്കെ കൊടുത്തിട്ടുണ്ടാവും. ജസ്റ്റ് അതൊക്കെ ഒന്ന് പോയി റീവിസിറ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് കൊടുക്കുന്ന പ്രോമിസ് കീപ്പ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ വെച്ച് നിങ്ങൾ മറന്നുപോയോ? അങ്ങനെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനിയും സമയമുണ്ട് മുന്നിൽ. ഒരു ഡിഫറൻസ് കൊണ്ടുവരാം. എല്ലാ വർഷവും നമുക്ക് കൊടുക്കുന്ന പ്രോമിസൊക്കെ ബ്രേക്ക് ചെയ്ത് മറ്റുള്ളവർ പുതിയ ഗോൾസ് ഒക്കെ അച്ചീവ് ചെയ്തത് കാണുന്ന സമയത്ത് നമുക്ക് ഒരുപാട് റിഗ്രറ്റ് ആയിരിക്കും നമ്മളൊന്നും ചെയ്തില്ല എന്നുള്ളത്. സോ ജനുവരി 1-ാം തീയതിക്ക് വേണ്ടിയിട്ട് കാത്തു നിൽക്കണ്ട. ഇന്ന് മുതൽ നമുക്ക് മാറാൻ ശ്രമിക്കാം. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ലൈഫ് മാറണമെന്നുണ്ടെങ്കിൽ വലിയ വലിയ കാര്യമൊന്നും ചെയ്യണ്ട. ആദ്യം കുട്ടി കാര്യങ്ങൾ ചെയ്യുക. ഒരു കുഞ്ഞ് ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് കൊടുക്കുന്ന ഒരു പ്രോമിസ് കീപ്പ് ചെയ്യുക. അതുപോലെ തന്നെ കുറച്ച് സമയം നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും പഠിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. നമ്മളെ തന്നെ ഇങ്ങനെ പോളിഷ് ചെയ്തുകൊണ്ടേയിരിക്കണം. നമ്മുടെ സ്കിൽസ് ആണെങ്കിലും അതുപോലെ തന്നെ നമ്മളെ തന്നെ ട്രെയിൻ ചെയ്യണം. നമ്മുടെ ബ്രെയിനിനെ നമ്മൾ ട്രെയിൻ ചെയ്യണം. അല്ലാതെ വേറെ ആരും വന്നിട്ട് നമ്മളെ സേവ് ചെയ്യാൻ പോകുന്നില്ല, ഒന്നും പഠിപ്പിച്ചു തരാൻ പോകുന്നില്ല. അതുകൊണ്ട് നമ്മൾ തന്നെ നമ്മളെ വിശ്വസിക്കുക, നമ്മളെ ട്രെയിൻ ചെയ്യുക, എല്ലാം റെഡി ആകും. സോ ഇന്ന് എനിക്ക് കുറച്ച് എനർജിയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ഐ എം ഫീലിംഗ് സോ ഗുഡ്. ഐ എം ഫീലിംഗ് സോ ഹാപ്പി ആൻഡ് ഐ എം സോ പ്രൗഡ് ഓഫ് മൈ സെൽഫ്. കാരണം ഒരുപാട് റെസിസ്റ്റൻസ് വരുന്നുണ്ട്, ഒരുപാട് ഗിവ് അപ്പ് ചെയ്യാൻ തോന്നുന്നുണ്ട്, സെൽഫ് ഡൗട്ട് വരുന്നുണ്ട്. പക്ഷെ എന്നിട്ടും ഞാൻ ഓരോ ദിവസവും എത്ര ബുദ്ധിമുട്ടാണെങ്കിലും ഞാൻ എനിക്ക് വേണ്ടി ഷോപ്പ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഇനി എന്താണെങ്കിലും ഞാൻ കുറേ കൂടെ സീരിയസ് ആയിട്ട് എൻ്റെ സെൽഫിൽ ഫോക്കസ് ചെയ്യും. ഈ വർഷം തീരുന്ന സമയത്ത് ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടായിരിക്കും ഈ വർഷം എൻഡ് ചെയ്യുന്നതെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം എനിക്ക് ഒരുപാട് അൺകംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞു. ഇനിയും കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഞാൻ റിസൾട്ടിലേക്കൊന്നും ഫോക്കസ് ചെയ്യുന്നില്ല. എനിക്ക് കൊടുത്തിട്ടുള്ള പ്രോമിസുകൾ ഞാൻ കീപ്പ് ചെയ്തു. ആ ഒരു സന്തോഷത്തോടെ ഈ വർഷം എൻഡ് ചെയ്യണം. ഒരുപാട് സ്വപ്നങ്ങളുള്ളൊരു പെൺകുട്ടിയാണ് ഞാൻ. എനിക്ക് ഒരുപാട് ദൂരം പോകാനുണ്ട്. എൻ്റെ ഡ്രീമിലേക്കൊക്കെ എനിക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് മുന്നോട്ടേക്ക് പോകാനുണ്ട്, ഒരുപാട് പഠിക്കാനുണ്ട്, ഒരുപാട് ടൈം എടുക്കും അതൊക്കെ റിയൽ ലൈഫിലേക്ക് മാനിഫെസ്റ്റ് ചെയ്ത് വരണം എന്നുണ്ടെങ്കിൽ. പക്ഷെ അതിനൊക്കെ മുന്നേ ആദ്യം എൻ്റെ ഡ്രീമിൻ്റെ ഫസ്റ്റ് ഫേസാണിത്. ഓക്കെ, എന്നെ തന്നെ ഒന്ന് ഡിസിപ്ലിൻ ആക്കി എടുക്കാം. ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുക, എന്നെ അൺകംഫർട്ടബിൾ ആക്കാൻ വിട്ടുകൊടുക്കുക. അതുപോലെ തന്നെ പുതിയ കാര്യങ്ങൾ പഠിക്കുക, എന്നെ തന്നെ എക്സ്പ്രസ് ചെയ്യുക. ജസ്റ്റ്
ഇപ്പോൾ എൻ്റെ കയ്യിലൊന്നുമില്ല. എൻ്റെ കയ്യിൽ ആകെ ഒരു വിഷൻ ഉണ്ട്, വലിയൊരു ഡ്രീമുണ്ട്. അതുപോലെ തന്നെ അതിനു വേണ്ടിയിട്ട് പണിയെടുക്കാനൊരു മനസ്സുണ്ട്. ഇടയ്ക്കൊക്കെ ആ മനസ്സ് തളർന്നു പോകാറുണ്ട്. ഭയങ്കര സെൽഫ് ഡൗട്ട് വരും, ഒരുപാട് സങ്കടം വരും. സേഫായിട്ട് പോയാൽ മതിയെന്ന് തോന്നും. പക്ഷെ നമ്മൾ റിസ്ക് എടുക്കാൻ തയ്യാറായാൽ മാത്രമാണ് നമ്മുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം ഉണ്ടാവുള്ളൂ, നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ജീവിക്കണമെങ്കിൽ. സോ എന്താണെങ്കിലും ഇതെൻ്റെ ഒരു ഫസ്റ്റ് ഫേസ് ആണ്. എൻ്റെ ഡ്രീമിലേക്ക് പോകുന്നതിന് മുന്നേ ഫസ്റ്റ് ഫേസ് എന്ന് പറഞ്ഞാൽ എന്നെ ഡിസിപ്ലിൻ ആക്കി കൊണ്ടുവരിക, ഹെൽത്തി ആവുക, ഹാപ്പി ആവുക, സ്കിൽസ് ബിൽഡ് ചെയ്തെടുക്കുക, ഫൗണ്ടേഷൻ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഫസ്റ്റത്തെ ഫേസ്. അതാണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല ബുദ്ധിമുട്ടുണ്ട്, നല്ല അൺകംഫർട്ടബിൾ ആണ്, ഒട്ടും രസമല്ല ഈ ഒരു ഫേസ്. പക്ഷേ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടി വരും. നമ്മൾ കുറച്ച് നാളത്തേക്ക് ഇതൊക്കെ അൺകംഫർട്ടബിൾ ആണെങ്കിലും പിന്നെ നമ്മളത് ചെയ്ത് നമ്മൾ ഇതുമായിട്ട് യൂസ്ഡ് ആകും. സോ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, എപ്പോഴും നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുക, നിങ്ങളെ വിശ്വസിക്കുക. ചുറ്റുമുള്ളവർ നിങ്ങളെ വിശ്വസിക്കുന്നില്ലെങ്കിലും നിങ്ങളെ വിശ്വസിക്കുക, നിങ്ങളെ സ്നേഹിക്കുക, നിങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഇതൊക്കെ ലൈഫിൽ നമ്മളെ ഗ്രോ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾക്ക് തന്നെ ഒരു വിശ്വാസം വേണം, നിങ്ങൾ വിചാരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് എത്താൻ പറ്റുന്നുള്ളത്. സ്വയം സ്നേഹിക്കുക, മുന്നോട്ടേക്ക് പോവുക, ആക്ഷൻ എടുക്കുക, ഈ ഫിയറൊക്കെ ബ്രേക്ക് ചെയ്യുക. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഫിയർ ഒരു നിഴൽ പോലെയാണ്. നമ്മൾ എത്ര ദൂരെ പോകുന്നു അത്ര അത് വലുതായിട്ട് തോന്നും, എത്ര അടുത്ത് വരുന്നു അത് അത്രയും ചെറുതായിട്ട് തോന്നും. പല കാര്യങ്ങളും നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ലാത്തതുകൊണ്ടാണ് അത് നമുക്കൊരു ഡൗട്ട് വരുന്നത്, ഓക്കെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ ഇല്ല എന്നൊക്കെ ഉള്ളത്. ഞാനൊന്ന് മൂവി തിയേറ്ററിൽ പോയപ്പോൾ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മൂവിക്ക് പോകുന്നതിന് മുന്നേ വരെ ഞാൻ ഭയങ്കര ആങ്ഷ്യസ് ആയിരുന്നു. ആൾക്കാരെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ എനിക്ക് കറക്റ്റായിട്ട് അവിടെ പോയി ഇരിക്കാൻ പറ്റുമോ, തെറ്റിപ്പോയാലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാലോ, എനിക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ എന്തായിരിക്കും, അങ്ങനെ ഇങ്ങനെ കുറേ എൻ്റെ മൈൻഡ് എന്നെ ഇങ്ങനെ പേടിപ്പിച്ചു. ഞാനവിടെ പോയി കഴിയുമ്പോഴത്തേക്കും നല്ല രസമായിരുന്നു. ഒരുപാട് നല്ല ആൾക്കാരെ കണ്ടു, ഒരുപാട് സംസാരിച്ചു, അതുപോലെ നല്ല മൂവി കണ്ടു. ഞാൻ എൻ്റെ കൂടെ ഒറ്റയ്ക്ക് പോയൊരു എക്സ്പീരിയൻസ് ഒരുപാട് ഇഷ്ടമായി. തിരിച്ചു വരുമ്പോൾ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് ഹാപ്പി ആയിട്ടാണ് വന്നത്. ജസ്റ്റ് നമ്മൾ ഇതിനു മുന്നേ ചെയ്യാത്തൊരു കാര്യം നമ്മൾ ട്രൈ ചെയ്യുന്ന സമയത്ത് ഒരു പേടി, ഒരു ആങ്ഷ്യസ് വരും. അത് വളരെ നോർമലാണ്. പക്ഷേ ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ് ഫിയറിനുള്ള ഒരു പ്രതിവിധി. ആക്ഷൻ എടുത്തു കഴിയുമ്പോൾ പേടിയൊക്കെ പോകും. ഇപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് മൂവിക്ക് പോകാൻ ഇഷ്ടം, അത് കഴിഞ്ഞിട്ട് ഞാൻ പോയി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ ഒറ്റയ്ക്ക് പോകാൻ വേണ്ടിയിട്ട്, പുറത്ത് പോകാനൊക്കെ ഞാനിപ്പോൾ എൻജോയ് ചെയ്തു തുടങ്ങി. സോ നിങ്ങളും ഒന്ന് നിങ്ങളുടെ കൂടെ ഒക്കെ ടൈം സ്പെൻഡ് ചെയ്ത് നോക്കുക, ഇങ്ങനെ പോയി നോക്കുക, നിങ്ങൾക്ക് ചെയ്യണം തോന്നുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക. എല്ലാവർക്കും എല്ലാം ചെയ്യാൻ പറ്റും. എല്ലാവർക്കും സൂപ്പർ ബ്രെയിൻ ആണുള്ളത്. ഇതിനെ ട്രെയിൻ ചെയ്യുക. ഇതിനെ നമ്മൾ വേണ്ട രീതി ഉപയോഗിക്കുന്നില്ല, അതുകൊണ്ടാണ് നമ്മൾ എവിടെ എത്താത്തത്. ഇത്ര കാലം എൻ്റെ ലൈഫിൽ ഇതിനെ ഞാൻ ഒട്ടും ഉപയോഗിച്ചിട്ടില്ല. ഇനിയാണ് ഞാൻ ഇപ്പോഴാണ് ഞാൻ ഇതിനെ ട്രെയിൻ ചെയ്യാനും ഇതിനുവേണ്ടി വർക്ക് ചെയ്യാനൊക്കെ തുടങ്ങിയത്. സോ ഇന്നത്തെ ദിവസം ഞാൻ സന്തോഷത്തോടെയും അഭിമാനത്തോടെയൊക്കെയാണ് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ബൈ, ഗുഡ് നൈറ്റ്, ഐ ലവ് യു ഓൾ. താങ്ക് യു സോ മച്ച് ഫോർ യുവർ സപ്പോർട്ട് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. ഇറ്റ് റിയലി മീൻസ് എ ലോട്ട്. ഐ അപ്രീഷിയേറ്റ് ദാറ്റ്. സോ നാളെ കാണാം. ബൈ, എല്ലാവർക്കും ഗുഡ് നൈറ്റ്.